നമസ്കാരം, ഏവർക്കും ഇൻഫോ മീഡിയ കേരളത്തിലേക്ക് സ്വാഗതം. കേരളത്തിലെ ലക്ഷക്കണക്കിന് ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കളെ നേരിട്ട് ബാധിക്കുന്ന ഒരു സർക്കാർ തീരുമാനത്തെക്കുറിച്ചാണ് നോക്കാൻ പോകുന്നത്. വരുമാന സർട്ടിഫിക്കറ്റ് ഇല്ലെങ്കിൽ പെൻഷൻ മുടങ്ങുമോ? ആരൊക്കെ നൽകണം? എങ്ങനെ നൽകണം? അക്ഷയ കേന്ദ്രത്തിൽ എന്തൊക്കെ രേഖകൾ സമർപ്പിക്കേണ്ടതുണ്ട്? കേരള സർക്കാർ നൽകുന്ന പ്രധാന സാമൂഹ്യ സുരക്ഷാ പെൻഷനുകൾ ഏതെല്ലാം എന്ന് നോക്കാം. വയോജന പെൻഷൻ, വിധവാ പെൻഷൻ, അവിവാഹിത പെൻഷൻ, ഭിന്നശേഷി പെൻഷൻ, കർഷക തൊഴിലാളി പെൻഷൻ, മത്സ്യത്തൊഴിലാളി പെൻഷൻ, കൈത്തറി അല്ലെങ്കിൽ കയർ തൊഴിലാളി പെൻഷൻ ഇവയെല്ലാം വരുമാന പരിധി അടിസ്ഥാനമാക്കിയുള്ള പെൻഷനുകളാണ്. അതായത് ഒരാളുടെ വരുമാനം പരിധിക്ക് മുകളിൽ പോയാൽ പെൻഷന് അർഹത നഷ്ടപ്പെടും. അതിനാലാണ് സർക്കാർ വരുമാന സർട്ടിഫിക്കറ്റ് നിർബന്ധമാക്കിയത്. 2025 മെയ് മാസത്തിലാണ് കേരള സർക്കാർ ആദ്യമായി ഒരു നിർദ്ദേശം പുറപ്പെടുവിച്ചത്. ക്ഷേമ പെൻഷൻ പട്ടികയിലുള്ള എല്ലാവരും വരുമാന സർട്ടിഫിക്കറ്റ് ഹാജരാക്കണം എന്നായിരുന്നു ഉത്തരവ്. 2025 ഡിസംബർ 31-നകം അക്ഷയ കേന്ദ്രങ്ങൾ വഴി ഓൺലൈനായി വരുമാന സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യണം. പക്ഷേ ഇവിടെ ഒരു വലിയ പ്രശ്നമുണ്ടായി. കേരളത്തിൽ ആകെ 62 ലക്ഷം ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കളുണ്ട്. സർക്കാർ പ്രതീക്ഷിച്ചത് എല്ലാവരും സമയത്ത് സർട്ടിഫിക്കറ്റ് നൽകുമെന്നാണ്. പക്ഷേ യാഥാർത്ഥ്യത്തിൽ ഏകദേശം 2.53 ലക്ഷം പേരും ഇതുവരെ വരുമാന സർട്ടിഫിക്കറ്റ് സമർപ്പിച്ചിട്ടില്ല. എന്തുകൊണ്ട്? പ്രധാന കാരണങ്ങൾ വയോധികർക്ക് യാത്രാ ബുദ്ധിമുട്ട്, ആരോഗ്യ പ്രശ്നങ്ങൾ, അക്ഷയ കേന്ദ്രങ്ങളിലെ തിരക്ക്, ഡിജിറ്റൽ അറിവില്ലായ്മ, ഇതെനിക്ക് ബാധകമല്ല എന്ന തെറ്റിദ്ധാരണ, ഇതെല്ലാം സർക്കാർ പരിഗണിച്ചു. ഈ സാഹചര്യത്തിലാണ് ധനമന്ത്രി KN ബാലഗോപാൽ ഒരു പ്രധാന തീരുമാനമെടുത്തത്. വരുമാന സർട്ടിഫിക്കറ്റ് ഹാജരാക്കാനുള്ള സമയപരിധി 6 മാസം കൂടി നീട്ടി. പുതുക്കിയ അവസാന തീയതി 2026 ജൂൺ 30 ഇത് സംബന്ധിച്ച ഔദ്യോഗിക അറിയിപ്പ് ധനമന്ത്രി പുറത്തിറക്കി. ഇതോടൊപ്പം മറ്റൊരു ഔദ്യോഗിക അറിയിപ്പ് ധനമന്ത്രി പുറത്തിറക്കി. സർട്ടിഫിക്കറ്റ് നൽകാത്തതിന്റെ പേരിൽ പെൻഷൻ തടയാൻ പാടില്ല. ബന്ധപ്പെട്ട എല്ലാ വകുപ്പുകൾക്കും മന്ത്രി കർശന നിർദ്ദേശം നൽകി. ഇത് എല്ലാവർക്കുമാണോ? അല്ല. നിർബന്ധമായും നൽകേണ്ടവർ 2019 ഡിസംബർ 31 വരെ പെൻഷൻ ഗുണഭോക്തൃ പട്ടികയിൽ ഉൾപ്പെട്ടവർ, ഇതുവരെ ഒരു തവണ പോലും വരുമാന സർട്ടിഫിക്കറ്റ് ഹാജരാക്കാത്തവർ, ഇതിനകം നൽകിയവർ, മുമ്പ് സർട്ടിഫിക്കറ്റ് നൽകിയിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ വീണ്ടും നൽകേണ്ടതില്ല. സർക്കാർ നിർദ്ദേശം മാറിയാൽ മാത്രമേ ആവശ്യമുള്ളൂ. എങ്ങനെ സമർപ്പിക്കാൻ കഴിയും? അക്ഷയ കേന്ദ്രങ്ങൾ ആവശ്യമായ രേഖകൾ കൊണ്ടു ചെല്ലുക. ഇതിനായുള്ള ആവശ്യമായ രേഖകൾ എന്തെല്ലാമെന്ന് നോക്കുമ്പോൾ ആധാർ കാർഡ്, പെൻഷൻ ID, ആധാർ നമ്പർ, റേഷൻ കാർഡ് ചില കേന്ദ്രങ്ങളിൽ ആവശ്യപ്പെടാറുണ്ട്. വരുമാന സർട്ടിഫിക്കറ്റ് വില്ലേജ് ഓഫീസിലോ ഓൺലൈനിലോ ലഭിക്കുന്നതായിരിക്കും. അടുത്തുള്ള അക്ഷയ കേന്ദ്രത്തിൽ പോവുക. വരുമാന സർട്ടിഫിക്കറ്റ് അപേക്ഷ അപ്ലോഡ് ചെയ്യുക. സിസ്റ്റത്തിൽ അപ്ലോഡ് ചെയ്തു എന്ന് ഉറപ്പാക്കുക. രസീത്, അക്നോളജ്മെന്റ് എല്ലാം സൂക്ഷിക്കുക. 2026 ജൂൺ 30-നകം നിർബന്ധമായും പൂർത്തിയാക്കുക. അല്ലെങ്കിൽ നിങ്ങളുടെ പെൻഷൻ മുടങ്ങാൻ സാധ്യതയുണ്ട്. പുതിയ സമയപരിധിക്കുള്ളിൽ സർട്ടിഫിക്കറ്റ് പെൻഷൻ തടയില്ല എന്ന് പെൻഷൻ തടസ്സപ്പെടാൻ സാധ്യതയുണ്ട്. അതിനാൽ ഇനിയും സമയമുണ്ട് എന്ന് കരുതി വൈകിക്കരുത്. അവസാന ദിവസങ്ങളിൽ തിരക്കുണ്ടാവും. ഇപ്പോൾ തന്നെ നടപടികൾ പൂർത്തിയാക്കുക. പെൻഷൻ ഇപ്പോൾ മുടങ്ങുമോ? വീട്ടിൽ പോകുന്ന ഉദ്യോഗസ്ഥർ വരുമോ? സർട്ടിഫിക്കറ്റ് നൽകാൻ പണം വേണോ? മറ്റൊരാൾക്ക് വേണ്ടി നൽകാമോ? പെൻഷൻ ഒരിക്കലും മുടങ്ങുകയില്ല. വീട്ടിൽ പോകുന്ന ഉദ്യോഗസ്ഥർ വരുമോ എന്ന് ആർക്കും ഭയം വേണ്ട. അക്ഷയ വഴി മാത്രമാണ് നടത്തുക. സർട്ടിഫിക്കറ്റ് നൽകാൻ പണം വേണോ എന്ന് ചോദിക്കുന്നവർക്ക് അക്ഷയ കേന്ദ്രങ്ങളിൽ ചില സർവീസ് ചാർജുകൾ മാത്രം അവർ ഈടാക്കാറുണ്ട്. സർക്കാർ ഫീസ് അല്ലാതെ അക്ഷയ കേന്ദ്രങ്ങളിലെ സർവീസ് ചാർജ് മാത്രമാണ് ഈടാക്കി നിങ്ങൾക്ക് ചെയ്തു തരുന്നത്. മറ്റൊരാൾക്ക് വേണ്ട നൽകാമോ? ആധാർ രേഖകൾ ഉണ്ടെങ്കിൽ സാധ്യമായിരിക്കും. ക്ഷേമ പെൻഷൻ നമ്മുടെ അവകാശമാണ്. പക്ഷേ അവകാശം നിലനിർത്താൻ നമ്മുടെ ഭാഗത്ത് നിന്ന് ചെയ്യേണ്ട കാര്യങ്ങൾ കൃത്യമായി ചെയ്യണം. 2026 ജൂൺ 30 ഈ തീയതി മറക്കരുത്. വീട്ടിലെ മുതിർന്നവർക്കും അയൽവാസികൾക്കും ഈ വിവരം അറിയിക്കുക. ഇത്തരം സർക്കാർ അറിയിപ്പുകൾ സമയത്തറിയാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ, വീഡിയോ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യാനും മറക്കരുത്, ബെൽ ഐക്കൺ എനേബിൾ ചെയ്യാനും മറക്കരുത്. നന്ദി.